ദൈവത്തിന് സ്വസ്ഥം. ഞാൻ ഷീലയുടെ പാർട്ടി. ഷീല ആദ്യം ഭയങ്കര എമ്പുരാൻ പാർട്ടിയായിരുന്നു. ഇന്നലെ ആയപ്പോൾ ഷീല പിരിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരിടത്തും സിനിമ കാണാനുമില്ല, സിനിമ കേൾക്കാനുമില്ല. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം, ഒരു സമുദായത്തെ അപമാനിക്കുന്ന ഒരു സിനിമ പിടിക്കാൻ അനുവാദം കൊടുക്കാൻ പാടില്ല. ആ സെൻസർ ബോർഡ് നടപടി തെറ്റാണ്. അത് കേന്ദ്ര ഗവൺമെന്റ് പരിശോധിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു സമുദായത്തെ പൂർണ്ണമായിട്ട് അവഹേളിക്കുന്ന രീതിയിൽ എന്തിനാ ഇത് ഉണ്ടാക്കുന്ന ഈ സിനിമ എന്ന് പറഞ്ഞ മനുഷ്യൻ അത് തന്നെയല്ല. 6 വയസ്സ് വെച്ച് പറയാം, എനിക്ക് ഈശോയേക്കാ ഇഷ്ടം ചെയ്താനേ കണ്ടായിരുന്നു പോരെ. നിങ്ങളുടെ ഒരു കൊച്ചു മകൻ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ശ്രീരാമനേക്കാൾ ഇഷ്ടം ലൂസിഫറിനെ എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ആ നിലയ്ക്ക് പറ്റി സിനിമ പിടിക്കുന്നവരെ മര്യാദ പഠിപ്പിക്കാനുള്ള സമയം കഴിക്കുന്നതായിട്ട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ സഹോദരി, 17 ഭാഗം വെട്ടിക്കളഞ്ഞവർ. അപ്പൊ 17 ഭാഗം കുറ്റവാനം കുഴപ്പമാണെന്ന് ഇത് പ്രൊഡ്യൂസറും നടന്മാരും സമ്മതിച്ചു എന്നല്ലേ നടക്കാം. അപ്പൊ ഒരു കൂടെ വർത്താനം നടക്കാം, നടക്കമായി കുഴപ്പമുണ്ടായിരുന്നുവെന്ന് സിനിമയുടെ പ്രൊഡ്യൂസറും ഡയറക്ടർ സമ്മതിക്കുന്നത് തുല്യമാണല്ലോ. 17 ഭാഗം കട്ടി നമ്മളാരും വൈദ്യുതി ഭാഗം കട്ടിയിടുന്നു പറഞ്ഞില്ലല്ലോ. എന്തിനാമാരി 17 കട്ടി വന്നു 2.5 മിനിറ്റ് ഇല്ലാതായി പോയല്ലോ. അപ്പൊ അതിനകത്ത് കുഴപ്പമുണ്ടെന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇനി കുറച്ചുകൂടെ കട്ടിയേണ്ടി വരും. ഇനി വരുമ്പോൾ ഒരു സംശയം അത് കാണാൻ ആളെ കെട്ടുകയാണ്. നമ്മളെ ഞാനെ പറ്റി കുറ്റം പറയാൻ ഉദ്ദേശിക്കുന്നത് ഇലക്ഷൻ ആകട്ടെ. നിലമ്പൂരിന്റെ പ്രത്യേകത നിലമ്പൂര് നമ്മുടെ ഹരിയാണല്ലേ പരിശീലേ അൻവർ രാജിച്ചോട്ടില്ലേ. അപ്പൊ ഏതായാലും ഷോൺ ആയാലും പട്ട് കാണിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഏതാ എനിക്കോ അതിപ്പോ SDPയുടെ മാത്രമാണ്. പിണറായി വിജയന്റെ കേസ് എത്രയാണ്? ഒരു 5-8 അതിങ്ങനെ പോകുന്ന നടന്നുകൊണ്ടിരിക്കും. മിനിങ്ങാന്ന് പോയി കാല് മേലാതെ ഏക്കാൻ മേലാതെ കാലും പൊട്ടിയിരിക്കും. എന്നിട്ട് ഞാൻ കോടതിയിൽ പോയി. വേറെ കോടതിയുടെ സമുദായം കൊണ്ട് എന്റെ കാല് പൊട്ടി നോക്കിയപ്പോൾ വേദനയാണെന്ന് മനസ്സിലാകുന്നത് വളരെ വേഗം പോളാ പറഞ്ഞു. അങ്ങനത്തെ ഒരു മൂന്ന് ജാമ്യം കിട്ടിയിരിക്കുക. അത് പല 4 പ്രാവശ്യം പിടിച്ചോണ്ട് പോയി. അതൊക്കെ പോകും പിണറായി നമ്മൾ ജയിക്കും തന്നു. പിന്നെ അപ്പൊ മോളോട് ഞാനിപ്പോ പറയാം, വീണ്ടും വേണ്ടി കൊച്ചറിയിക്കുന്ന ചോദിക്കുന്ന ചേന മറുപടി അതുപോലെ അത് ചോദ്യം ഉടനെ ചോദിക്കുന്നു. അപ്പൊ വീണ്ടും വീണ്ടും ചോദിക്കുമെന്ന് ചോദിച്ചൊരു കാര്യം പറ്റും. അതായത് പിന്നെ ഭർത്താവ് പറഞ്ഞു എത്ര കേസാണ് എന്നെ ഇതിനായിട്ടൂടെ പിടിച്ചുകൊണ്ട് പോകുന്നതിനൊക്കെ കേസെടുത്തേച്ചു ഭർത്താവ് കേസൊത്തിലുണ്ടോ. ഞാൻ മുഖ്യമന്ത്രിയാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്ക് 1000 കേസ് വെച്ച് എടുക്കണം. അതുകൊണ്ട് ഒരു കാര്യമുണ്ട്, ഓരോരുത്തരും ശിക്ഷിക്കട്ടെ. അപ്പൊ ഞാൻ പറയാം എന്റെ അഭിപ്രായം ഇപ്പോഴും കുറച്ച് അഭിപ്രായം. കാരണം പിഴയ്ക്കാതിരിക്കേണ്ടത് കൊച്ചുങ്ങൾ സത്യം സങ്കടകരമാണ്. ഞാൻ തെറ്റിദ്ധരില്ല അങ്ങനെ പറഞ്ഞല്ല. ഞാൻ പെണ്ണുങ്ങളുടെ വിവാഹപ്രായത്തെ പറ്റി ഒന്നും തർക്കമില്ല. ഞാൻ ഉദാഹരണം ചൂണ്ടിക്കാണിച്ച എന്താണെന്ന് ചോദിച്ചാൽ മുസ്ലിം സഹോദരങ്ങളുടെ അവിടെ ഞാൻ ഈരായിട്ടൂടെ കാരണം അവരൊരു കാര്യം ചെയ്യും. പെൺകുട്ടികള് ഒരു 20-21 വയസ്സിലേക്ക് അവർ കല്യാണം. അത് കഴിഞ്ഞ് പഠിച്ച IAS എത്ര മുസ്ലിം കുഞ്ഞുങ്ങളുണ്ട്. നല്ല വീട് പഠിക്കുന്നുണ്ട്. ജോലി കിട്ടിക്കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ജോലി കിട്ടി എത്ര പെണ്ണുങ്ങളുണ്ട്. അതുകൊണ്ട് അവർക്കൊക്കെ ഈ ലൗകികാതിലൊന്നും വിടുന്നില്ല. മനസ്സിലായില്ലേ? നമ്മുടെ മുസ്ലിം കുഞ്ഞുങ്ങളുടെ ഗുണമല്ല. അതുപോലെ നമ്മുടെ ക്രിസ്ത്യൻ കുട്ടികളെയും മാതാപിതാക്കന്മാർ ഒരു 24 വയസ്സാകുമ്പോൾ കല്യാണം കഴിച്ചയച്ചാൽ നന്നായിരിക്കും എന്നൊരു അഭിപ്രായം ഞാൻ പറഞ്ഞ പാവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് മനസ്സിലായില്ല. വക്കപ്പ് കാര്യം പറയാനാണ്. പൊക്കോട്ടെ, വക്കപ്പല്ല ഒരു കാര്യം എനിക്ക് പറയാനില്ല. അതിനെ പൊക്കോട്ടെ. അവിടെയല്ല ഇവിടെ ജനങ്ങളെല്ലാം പോകുന്നുണ്ട്, മുസ്ലിം ഇടവക്കാരെല്ലാം പോകുന്നുണ്ട്. അതുകൊണ്ട് പാലായി തന്നെ ഇതിന്റെ എല്ലാ സമയത്തും ശരിക്കും കുഴപ്പമില്ല. BJP ഭാഗമായിട്ട് എങ്ങനെയുണ്ട് പൊതുവെ?